ഓം ശാന്തി. ഞാൻ മുന്നും ഒരു വീഡിയോ മിറർ ടെക്നിക്ക് എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, പിന്നെയും കുറേ പേരായി എന്നോട് ചോദിക്കുന്നു, സിസ്റ്റർ മിറർ ടെക്നിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരുമോ, കുറച്ച് സിമ്പിളാക്കി പറഞ്ഞു തരുമോ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ മിറർ ടെക്നിക്കിൻ്റെ വീഡിയോ ചെയ്യുകയാണ്. വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ ഞാനും ഉണ്ടാവും, ആ കണ്ണാടി ഉണ്ടാവും. എന്നെ തന്നെ എനിക്ക് കാണാൻ സാധിക്കും. എൻ്റെ റിയൽ ആയിരിക്കുന്ന ഫാക്ടർ, ഫിസിക്കൽ അപ്പിയറൻസ് എന്താണെങ്കിലും അത് നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈ രൂപം മാത്രമേ കണ്ണാടി കാണാൻ പറ്റുള്ളൂ. പക്ഷെ വേറൊരു കാര്യം എന്താണെന്നറിയോ, എൻ്റെ മുഖത്തേക്ക് എനിക്ക് തിരിച്ചിങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ. ഈ ശരീരത്തിൻ്റെ ഉള്ളിലെ കൺട്രോളിങ് പവർ ആയിരിക്കുന്ന ആത്മാവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഭ്രൂമധ്യാണ്. ഈ സ്ഥാനമാണ്. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഇവിടെയല്ലേ കുറി തൊടാറ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ശ്രീകോവിലിൻ്റെ മുന്നിൽ പോയിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ച ശേഷം അവിടെ നിന്ന് പ്രസാദം വാങ്ങിയിട്ട് ഇവിടെ നമ്മൾ തിരുനെറ്റിയിൽ ഈ സ്ഥാനത്ത് നമ്മളൊരു കുറി തൊട്ടിട്ട് വരുന്നു, അമ്പലത്തിൽ പോയിട്ട് വരിക അല്ലേ എന്ന് കാണുന്നൊരു ചോദിക്കും നമ്മുടെ അടുത്ത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ശരീരം കൊണ്ട് ഈശ്വരനുമായി ബന്ധപ്പെടില്ല. ഇതൊരു മാധ്യമമാണ്. ആത്മാവായ എനിക്ക് ഈ സൃഷ്ടിയിൽ തൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഇങ്ങനൊരു മാധ്യമമില്ലെങ്കിൽ സാധ്യമല്ല. അതുകൊണ്ട് ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള വേലയുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇതല്ല ഞാൻ. കണ്ണാടിയിൽ നമ്മൾ കാണുന്ന ബാഹ്യരൂപം എന്ന് പറയുന്നത് അത് നമ്മുടെ ബാഹ്യരൂപമാണ്. അതേസമയം നമ്മുടെ ആത്മാവിൻ്റെ സ്ഥാനത്തേക്ക്, നമ്മുടെ തന്നെ അതേ സ്ഥാനത്തേക്ക് ഉറ്റുനോക്കാൻ നമ്മളെ സഹായിക്കും ഒരു കണ്ണാടി. അതുകൊണ്ടാണ് കണ്ണാടിയിൽ കാണുന്നത് എന്തും ഡബിളായിട്ട് മാറുമെന്ന്. ഞാനൊരു സ്പെൽ കാസ്റ്റർ ഒരു വീഡിയോ കണ്ടു. പൈസ വെച്ചിട്ട്, നോട്ട് വെച്ചിട്ട് അലമാരിയുടെ അതിൻ്റെ 4 ഭാഗത്തും നിങ്ങൾ കണ്ണാടി വെക്കുകയാണെങ്കിൽ ആ നോട്ട് കെട്ട് ഇൻക്രീസ് ചെയ്യുമെന്ന്. ഞാൻ ചെയ്ത് നോക്കി കേട്ടോ. ഇത് വെറും വാക്കൊന്നുമല്ല, എൻ്റെ അനുഭവത്തിൽ ആ കണ്ണാടി വെച്ചു. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞ പോലെ ഇൻറ്റൻഷൻ, കണ്ണാടി എനിക്ക് ഈ പൈസ ഇരട്ടിപ്പിച്ച് തരണം കേട്ടോ എന്ന്. കണ്ണാടി അവിടെ ഇരുന്ന് പൈസ ഇരട്ടിപ്പിക്കുമോ? ഇല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ പിന്നിലെ സയൻസ് എന്തുകൊണ്ടെന്നറിയില്ല, ഡബിളായി കിട്ടി എനിക്ക്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണാടിക്ക് തീർച്ചയായിട്ടും എഫക്റ്റ് ഉണ്ട്. ഞാൻ പണ്ടും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുറിയിലുള്ളിൽ രാത്രി ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ ആ കണ്ണാടിക്കൊരു കർട്ടൻ ഇടാൻ നിങ്ങൾക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ദേവതമാരുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടോ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണെങ്കിൽ അവരൊരു ഫോട്ടോ അതിൽ ഒട്ടിച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് രാത്രിയിൽ, നമ്മളെ തന്നെ രാത്രി അരണ്ട വെളിച്ചത്തിൽ കണ്ണാടിയിലൊന്ന് കണ്ടു നോക്കിയാൽ ചിലപ്പോൾ നമ്മളെ പേടിച്ചു പോകും. അതുകൊണ്ട് നല്ലതാണ് കണ്ണാടിക്ക് കർട്ടൻ ഇട്ട് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കണ്ണാടിയിൽ നോക്കുന്ന ഇരട്ടിക്കും എന്നതായിട്ടുള്ള സങ്കല്പം ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കേട്ടു. ഈ കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ മുന്നേ അപ്ലൈ ചെയ്തത് എൻ്റെ ഷുഗർ മാറ്റാൻ വേണ്ടി കൊണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ടെക്നിക്ക് ഇങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഈവൻ നിങ്ങൾ വാഷ്റൂമിൽ പോകുന്നതിനേക്കാൾ മുന്നേ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഐ ആം ഹെൽത്തി, ഐ ആം ഹാപ്പി, ഐ ആം റിച്ച് എന്ന് പറയാന്നുള്ളത്. ഇതൊന്ന്. മറ്റൊന്ന്, രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ആവണമെന്നില്ല. കുളിച്ച് ശുദ്ധമായി വന്ന് നിന്നിട്ടാണെങ്കിലും കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നമ്മളോട് നമുക്ക് സംസാരിക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ നിൽക്കുന്ന കണ്ണാടി വലുതന്നെ വേണമെന്നൊന്നുമില്ല, മുഖം കാണണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു ചെറിയ കണ്ണാടിയിൽ. പിന്നെ ഈ കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് സ്വയം അവനവനോട് സംസാരിക്കേണ്ട കാര്യമായതുകൊണ്ട് തന്നെ ആ മുറിയിൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ചെയ്യണം. അതും അനിവാര്യമാണ്. സപ്പോസ് നിങ്ങളുടെ മുറിയിൽ അങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്ത സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ, ഒരു പക്ഷേ വിദേശത്തിരിക്കുന്ന ഒരു സഹോദരനാണ് കാണുന്നത്, മുറിയിൽ 4 ആൾ ഒന്നിച്ച് താമസിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ എപ്പോഴും മുറിയിലുണ്ടാവും, എന്താ ചെയ്യാന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ബാത്റൂമിൽ പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. ബാത്റൂമിൽ ഒരു കണ്ണാടി വെച്ച് വേണമെങ്കിലും ചെയ്യാലോ. ഇനി ബാത്റൂമിൽ കണ്ണാടി ഇല്ലെങ്കിലോ നിങ്ങളുടെ മൊബൈലിലുണ്ടല്ലോ കണ്ണാടി നോക്കാനുള്ളതായിട്ടുള്ള സംവിധാനം, അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ്. മീൻസ് ആർക്കും എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥയില്ല, വേണമെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യണം, നമുക്കിങ്ങനെ മുഖം നോക്കിയാൽ നേരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിൽ, ചെറിയ കണ്ണാടി ആയാലും വലിയ കണ്ണാടി ആയാലും നിലക്കണ്ണാടി ആണെങ്കിലും നിങ്ങളുടെ ഡ്രസ്സിംഗ് ടേബിളിലെ കണ്ണാടി ആണെങ്കിലും ആ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് കൃത്യമായിട്ട് നിൽക്കണം. നമ്മളെ നമുക്ക് കാണണം, കൃത്യമായി കാണണം. നമ്മുടെ മുഖത്തോട് മുഖമായിട്ട് കാണാൻ പറ്റണം. അത് കഴിഞ്ഞ ശേഷം നിങ്ങളെ തന്നെ ഭ്രൂമധ്യത്തിലേക്ക്, കണ്ണുകളിലേക്ക് കണ്ണും ഭ്രൂമധ്യത്തിലേക്ക് ഭ്രൂമധ്യവും നോക്കിക്കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ ഭ്രൂമധ്യത്തിലേക്ക് മാത്രം നോക്കണം. ഒരു 2-3 മിനിറ്റ് സമയം നമ്മളെ തന്നെ നോക്കുമ്പോൾ, പ്രത്യേകം പറയുകയാണ്,
ഒരു 2-3 മിനിറ്റ് സമയം ആദ്യം നമ്മൾ നമ്മളെ തന്നെ നോക്കണം. അത് നോക്കി നോക്കി ചിന്തിക്കണം, ഈ കാണുന്ന വലിയ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ചൈതന്യം ഇരിക്കുന്നുണ്ട്, ആ ഊർജ്ജമാണ് ഞാൻ. ഇവിടെ ഒരു ചൈതന്യം ഇരിക്കുന്നുണ്ട്, ആ ഊർജ്ജമാണ് ഞാൻ. ഞാൻ ആത്മാവാണ്, ഞാൻ ശക്തിയാണ്, ഊർജ്ജമാണ്. എന്തായാലും ഈ ശരീരത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ആ ശക്തി തന്നെയല്ലേ. അപ്പം ഞാനൊരു ശക്തിയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ശക്തി നക്ഷത്രമായിക്കൊണ്ട് അവിടെ തിളങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ മനസ്സിലാണ് കാണേണ്ടത്. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ അവിടെ സ്റ്റാർ ഇങ്ങനെ കിടന്ന് തിളങ്ങുമൊന്നുമില്ല. പക്ഷെ സങ്കല്പിക്കാൻ നമുക്ക് പൊട്ടുതൊട്ട പോലെ അവിടെ സ്റ്റാർ ഷൈൻ ചെയ്യുന്നുണ്ട്. ഞാനിതാണ് എന്ന് നമ്മൾ തന്നെ 2-3 മിനിറ്റ് സമയം ഉറ്റുനോക്കുക എന്ന് പറയുമല്ലോ നമ്മൾ. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോകരുത്, അതിലേക്ക് നോക്കുക. കണ്ണ് ഇമ വെട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നോട്ടം മാറിപ്പോകരുത്. 2-3 മിനിറ്റ് അതിലേക്ക് മാത്രം നോക്കി നിൽക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മളോട് വിരൽ ചൂണ്ടി ഒരാൾ പറയും പോലെ, മുന്നിൽ നിൽക്കുന്ന ആൾ നമ്മൾ തന്നെയാണ് ആൾ, പക്ഷേ ആദ്യം അവരോട് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ശക്തി കിട്ടും പറയാൻ. അതുകൊണ്ട് എന്ത് പറയണം? വിരൽ ചൂണ്ടിക്കൊണ്ട് യു ആർ പവർഫുൾ, യു ആർ പവർഫുൾ, യു ആർ പവർഫുൾ എന്ന് പറയുക. നീ ശക്തിശാലിയാണ്, നീ ശക്തിശാലിയാണ്, നീ ശക്തിശാലിയാണ്. തിരിച്ച് കൈ ഇങ്ങോട്ട് ചൂണ്ടുക. ഞാൻ ശക്തിശാലിയാണ്, ഞാൻ ശക്തിശാലിയാണ്, ഞാൻ ശക്തിശാലിയാണെന്ന് പറയാം. ഇതേപോലെ എനിക്ക് റിച്ചാണ്, ഞാൻ സമ്പന്നനാണെന്ന് വിചാരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നീ സമ്പന്നനാണ്, നീ സമ്പന്നനാണ്, നീ സമ്പന്നനാണെന്ന് പറയുക. തിരിച്ച് കൈ ഇങ്ങോട്ട് വെച്ചിട്ട് ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്. ഒരു പക്ഷേ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിരൽ ചൂണ്ടി ഇങ്ങനെ പറയാമെങ്കിലും ഇങ്ങോട്ട് വെക്കുമ്പോൾ വേണമെങ്കിൽ സ്വന്തം കൈ നെഞ്ചിൽ വെച്ച് ചേർത്ത് വെച്ചും പറയാം. ഞാൻ ബോഡി ലാംഗ്വേജ് പഠിച്ചപ്പോഴും നമ്മുടെയും പ്രപഞ്ചത്തിനും തമ്മിലുള്ള കണക്ഷൻ ചിന്തിച്ച് പഠിച്ചപ്പോഴും നമ്മുടെ കൈ തന്നെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവലും ആ ഒരു പ്രപഞ്ചത്തിൻ്റെ എനർജി ലെവലും തമ്മിൽ അലൈൻഡ് ആവുന്ന, ഒത്തുചേരുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചൂണ്ടി പറയാം. വേണമെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഇങ്ങനെ പറയാം. അതല്ലെങ്കിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് ഞാൻ സമ്പന്നയാണ്, ഞാൻ സമ്പന്നയാണ്, ഞാൻ സമ്പന്നയാണ് 3 തവണയെങ്കിലും ആവർത്തിക്കണം. കാരണം ഒരു കാര്യം 3 തവണയെങ്കിലും മിനിമം ആവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ രീതിയിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യവതിയാവണമെന്നാണോ ആരോഗ്യവാനാവണമെന്നാണോ ആഗ്രഹം, കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളെ നോക്കി പറയുമ്പോൾ ഒരു കാര്യം മറക്കരുത്, കണ്ണിൽ നോക്കി പറയണം. നീ ആരോഗ്യവാനാണ്, നീ ആരോഗ്യവാനാണ്, നീ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്. ഫീൽ ചെയ്ത് പറയൂ. ഞാൻ ആരോഗ്യവാനാന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഊർജ്ജം ഒഴുകും പോലെ, ഞാൻ സമ്പന്നയാണെന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞ് കവിയും പോലെ, ഏത് കാര്യം നിങ്ങൾ പറയുന്നോ അതിൻ്റെ ഫീലിംഗ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഏതൊരു കാര്യത്തിന് വേണമെങ്കിലും നേടിയെടുക്കാൻ എളുപ്പമാവും. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ എന്തൊരു ടെക്നിക്ക് നിങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് മുന്നും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നു, ഓഫീസിൽ കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ട് അവിടെ മനസ്സ് കുറച്ച് ക്ഷീണിച്ചിട്ടാണ് വന്നതെങ്കിൽ ആദ്യം മനസ്സിനെ റിഫ്രഷ് ആക്കാൻ വേണ്ടിക്കൊണ്ട് എന്തെങ്കിലും കുളിച്ചു, ഫ്രഷായി, എന്തെങ്കിലും കഴിച്ചു, അല്ലെങ്കിൽ ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നൊന്ന് വായിച്ചു, കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്തു, മനസ്സിനെ പവർഫുള്ളാക്കി, എന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതൊരു ടെക്നിക്കും ചെയ്യാവും. കർമ്മം മാത്രമല്ല ഇവിടെ ആധാരമാവുന്നത്, കർമ്മം പ്ലസ് മൈൻഡ് പവർ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മളോട് തന്നെ നമുക്ക് സംസാരിച്ചുകൊണ്ട് വേറെ ആരും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊരു കാര്യം നോക്കി നോക്കൂ, 7 ദിവസം റെഗുലർ ആയിക്കൊണ്ട് ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ ഊർജ്ജതലത്തിലും നമ്മുടെ മനസ്സിനുള്ള സങ്കല്പങ്ങളുടെ തലത്തിലും വലിയ മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരുപാട് ഫിലിം ആക്ടേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ മിറർ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, ആലിയ ഭട്ട് എന്നുള്ളതായിട്ടുള്ള ഒരു നടി, അവരുടെ മുന്നുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ചാൻസസ് കുറവുണ്ടായിരുന്നതും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത ശേഷം ഒരുപാട് അവർക്ക് വന്നതും, ഒരു അവാർഡ് വാങ്ങിയതായിട്ടുള്ളൊരു കുട്ടി എല്ലാ പ്രാവശ്യവും ആ അവാർഡ് വാങ്ങിയതായിട്ടുള്ള ട്രോഫി പിടിച്ചുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിച്ച് ആ വോട്ട് ഓഫ് താങ്ക്സ് കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് സംസാരിച്ചു. അവരുടെ ലൈഫിലേക്ക് അത് ഒഴുകി വരുന്നത് എത്രയോ എക്സാമ്പിൾസ് ഇപ്പോൾ യൂട്യൂബിൻ്റെ കാലഘട്ടമല്ലേ, എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം, നിങ്ങൾക്ക് നല്ല മാർക്കാണ് പരീക്ഷയിൽ വേണ്ടതെങ്കിൽ നിനക്ക് ഒരുപാട് മാർക്ക് കിട്ടിയിട്ട് നിനക്ക് നല്ല മാർക്ക് കിട്ടി, നിനക്ക് നല്ല മാർക്ക് കിട്ടി, നിനക്ക് നല്ല മാർക്ക് കിട്ടി, എനിക്ക് നല്ല മാർക്ക് കിട്ടി, എനിക്ക് നല്ല മാർക്ക് കിട്ടി, എനിക്ക് നല്ല മാർക്ക് കിട്ടി. അങ്ങനെ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഒരു നല്ല വാചകം ഈ രീതിയിൽ എഴുതി തയ്യാറാക്കിയ ശേഷം 3 തവണ മിററിനോട് സംസാരിക്കുക, 3 തവണ നിങ്ങളോട് ഇങ്ങനെയും സംസാരിക്കുക. ഇങ്ങനെ നിങ്ങൾ
സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ റെഗുലറായി ചെയ്യുമ്പോൾ അതനുസരിച്ചതായിട്ടുള്ള ന്യൂറോൺ പാത്ത് വേ സെറ്റാവും, ബ്രെയിനിന് മെസ്സേജ് വളരെ വേഗത്തിലെത്തും. മറ്റൊന്ന്, ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് റിയാലിറ്റി പോലെ ചെല്ലാൻ തുടങ്ങും. വളരെ വേഗത്തിൽ സ്വപ്നം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. പിന്നെ ഒരു കാര്യം, ഒരുപാട് പേരായി എൻ്റെ അടുത്ത് ഫോൺ ചെയ്തിട്ട് പിന്നെ വാട്സപ്പ് മെസ്സേജിലൂടെ അങ്ങനെ എൻ്റെ സ്വപ്നം നടന്നു കിട്ടി. ഒരു കുട്ടി എനിക്കൊരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ആ കുട്ടി എൻ്റെ ഹൃദയം നിറഞ്ഞുള്ള നന്ദിയായിട്ട് സ്വീകരിക്കണം. ഒരു വീഡിയോ ഇട്ട് തന്നു. ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ തൻ്റെ വീട് സ്വപ്നം സ്വന്തമാക്കിയിട്ട് ആ വീട്ടിൽ കയറി പ്രവേശിക്കാൻ പോകുന്ന പാലുകാച്ചൽ ദിവസം ആ വീടിൻ്റെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എത്ര പേരുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ, ആരോഗ്യം നേടിയെടുത്തവരുടെ, തൻ്റെ ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ കാര്യത്തെ എല്ലാവരുമായി പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് പ്രചോദനമാകാൻ വേണ്ടിക്കൊണ്ട് സഹായിക്കുന്ന വിധം 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ഈ പറയുന്നതായിട്ടുള്ള അനുഭവത്തിൻ്റെ വീടിൻ്റെ വീഡിയോ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേടിയെടുത്തതായിട്ടുള്ള സ്വപ്നം, നിങ്ങളുടെ സക്സസ്, അതിനെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടോ കാണിച്ചുകൊണ്ടോ ഒരു ചെറിയ വീഡിയോ ഇടാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ BK ഷീബ എന്നുള്ളതായിട്ടുള്ള ഈ ചാനലിൽ അതിന് കൊച്ചു വീഡിയോസായിട്ട്, ഷോർട്സ് ആയിട്ട് തീർച്ചയായിട്ടും അതിന് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ അനുഭവം ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രേരണയാകുമ്പോൾ അത് നിങ്ങൾക്കുള്ള വരദാനമായി കുറേ കൂടെ സാധിക്കും. അതുകൊണ്ട് നിങ്ങളങ്ങനെ ആർക്കെങ്കിലും നിങ്ങളുടെ വീഡിയോ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഒന്നുകിൽ വാട്സപ്പിലേക്ക്, അല്ലെങ്കിൽ അതിൽ മെയിൽ ID കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ. ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ മെയിൽ ID അയയ്ക്കുക. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനലിലൂടെ ഷോർട്സ് ആക്കിക്കൊണ്ട് അതിന് എല്ലാവർക്കും കാണാനായിട്ടുള്ള അവസരം കൊടുക്കും. നിങ്ങൾക്ക് ഒരുപാട് ഇരട്ടിയായിട്ട് അത് ബ്ലെസ്സിങ് ആയിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ 1, 2, 3 മിനിറ്റ് മാക്സിമം ഉള്ളതായിരിക്കുന്ന വീഡിയോ ആക്കിക്കൊണ്ട് ഇടുകയാണെങ്കിൽ അതും വളരെ എല്ലാവർക്കും അനുകൂലമാകുന്ന, എല്ലാവർക്കും സഹായകമാവുന്നതായിട്ടുള്ള നിങ്ങളൊരു കർമ്മമായിരിക്കും. പറ്റുന്നുള്ളവർ അങ്ങനെ ചെയ്യണം. എന്തായാലും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.